welcome back to our English class. So, മക്കളെ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ലിറ്റിൽ എൻജിൻ ദാറ്റ് കൂഡ് എന്ന് പറയുന്ന പാഠത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എപ്പോഴും നിങ്ങളടുത്ത് പറയാറുണ്ട്, നമ്മൾ ഈ പാഠം പഠിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു പരീക്ഷയ്ക്ക് പോകുന്ന സമയത്ത് വി മസ്റ്റ് നോ ദി ചാപ്റ്റർ. നമുക്ക് പാഠം എന്ത് ചെയ്യണം, ശരിക്കും അറിയണം. പാഠത്തിലെ ഓരോ കോണ്ടന്റും നമുക്ക് എന്താണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം പാഠം അറിയാതെ നമ്മൾ എങ്ങനെ ഉത്തരം എഴുതാം അല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ഡയറി പഠിച്ചിട്ടുണ്ട്, നമ്മൾ തോട്ട് പഠിച്ചിട്ടുണ്ട്, നമ്മൾ ലെറ്റർ ഒക്കെ പഠിച്ചിട്ടുണ്ട്. ബട്ട് ടുഡേ വി ആർ ഗോയിങ് ടു ഡു സം ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്. നോക്കാം, ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് വാട്ട് ഹാപ്പൻ ടു ദ ലിറ്റിൽ ട്രെയിൻ. നമ്മൾ എന്താ എഴുതാം ഇത് ചോദിച്ചാൽ നമ്മൾ ലിറ്റിൽ ട്രെയിൻ എന്താ പറ്റിയത്? ദ ലിറ്റിൽ ട്രെയിൻ കെയിം ടു എ സ്റ്റോപ്പ് ആൻഡ് കുഡ് നോട്ട് മൂവ് അറ്റ് ഓൾ. നമ്മൾ ലിറ്റിൽ ട്രെയിൻ എന്ത് ചെയ്തു, ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നവർക്ക് പെട്ടെന്ന് എന്തായി, ഇറ്റ് ഗോട്ട് സ്റ്റക്ക് അല്ലേ, ഇറ്റ് സ്റ്റോപ്പ്. അത് എന്ത് ചെയ്തു, സ്റ്റോപ്പ് ആയിപ്പോയി, അത് സ്റ്റക്ക് ആയിപ്പോയി. ആൻഡ് ഇറ്റ് കുഡ് നോട്ട് മൂവ് അല്ലേ, അത് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, അതിന് മൂവ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അതിനെന്ത് ചെയ്യാൻ പറ്റില്ല, മൂവ് ചെയ്യാൻ പറ്റുന്നില്ല. സോ ദ ലിറ്റിൽ ട്രെയിൻ കെയിം ടു എ സ്റ്റോപ്പ് ആൻഡ് കുഡ് നോട്ട് മൂവ് അറ്റ് ഓൾ. അറ്റ് ഓൾ എന്ന് പറഞ്ഞാൽ എന്താ, ഒട്ടും തന്നെ അതിനെന്ത് ചെയ്യാൻ പറ്റുന്നില്ല, മുന്നോട്ടേക്ക് നീങ്ങാൻ പറ്റുന്നില്ല. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വൈ ഡസ് ദ ലിറ്റിൽ ട്രെയിൻ ക്യാരി തിങ്സ് ടു ദ അതർ സൈഡ് ഓഫ് ദ മൗണ്ടെയിൻ. എന്തിനാണ് നമ്മുടെ ട്രെയിന് മൗണ്ടെയിൻ്റെ മറ്റ് സൈഡിലേക്ക് അല്ലേ, എന്തിനാണ് മൗണ്ടെയിൻ്റെ മറ്റ് സൈഡിലേക്ക് ഈ പറയുന്ന സാധനങ്ങൾ, ഈ പറയുന്ന ഫുഡ്, ആപ്പിൾ, ഓറഞ്ച്, ഇതൊക്കെ എന്തിനാണ് വലിച്ചു കൊണ്ടുപോകുന്നതെന്നാണ് ചോദിക്കുന്നത്. നോക്ക്, ദ ലിറ്റിൽ ട്രെയിൻ ക്യാരീസ് തിങ്സ് ടു ദ അതർ സൈഡ് ഓഫ് ദ മൗണ്ടെയിൻ ടു മേക്ക് ദ ബോയ്സ് ആൻഡ് ഗേൾസ് ഹാപ്പി വിത്ത് ദ ടോയ്സ് ആൻഡ് ഗുഡ് ഫുഡ് അല്ലേ. അപ്പം മൗണ്ടെയിൻ്റെ അപ്പുറത്ത് ഒത്തിരി എന്തുണ്ട്, കുഞ്ഞുങ്ങൾ അവിടെ ഉണ്ട്. ആ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി ഫുഡും ടോയ്സും സ്വീറ്റ്സും ചോക്ലേറ്റ്സും കാൻഡീസും ഒക്കെ ആയിട്ടാണ് ആര് പോകുന്നത്, നമ്മൾ ലിറ്റിൽ ട്രെയിൻ പോകുന്നത് അല്ലേ. സോ ദ ലിറ്റിൽ ട്രെയിൻ ഇറ്റ് ക്യാരീസ് എന്ന് പറഞ്ഞാൽ എന്താ, കൊണ്ടുപോകുന്നത് അല്ലേ. സോ ഇറ്റ് ക്യാരീസ് തിങ്സ് ടു ദ അതർ സൈഡ് ഓഫ് ദി മൗണ്ടെയിൻ ടു മേക്ക് ദ ചിൽഡ്രൻ ഹാപ്പി, ടു മേക്ക് ദ കിഡ്സ് ഹാപ്പി. ടു മേക്ക് ദ കിഡ്സ് ഹാപ്പി എന്ന് പറഞ്ഞാൽ എന്താ, കുഞ്ഞുങ്ങൾക്ക് സന്തോഷിപ്പിക്കാൻ. അപ്പം മറ്റുള്ള കുഞ്ഞുങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ ലിറ്റിൽ ട്രെയിൻ എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന എല്ലാവിധ വസ്തുക്കളും അവിടെ കൊണ്ടുപോകുന്നത്. Okay, now the next question, will the shiny new engine ആണ് will help the little train, നമ്മുടെ ലിറ്റിൽ ട്രെയിനെ സഹായിക്കോ? No, നമുക്കറിയാം, no, nobody helps. Like the shiny new engine will not help the little train. നമ്മുടെ ഷൈനി ന്യൂ എൻജിൻ എന്ത് ചെയ്തിട്ടില്ല, നമ്മുടെ ലിറ്റിൽ ട്രെയിന് ഹെൽപ്പ് ചെയ്തിട്ടില്ല. The shiny new engine will not help the little train. Now the next one, the shiny new engine was a bit friendly but it did not help the little train. Why? നമ്മുടെ ഷൈനി ലിറ്റിൽ എൻജിൻ എന്താണ്, ഇത്തിരിയൊക്കെ ആൾ ഫ്രണ്ട്ലി ആയിരുന്നു, പക്ഷേ സഹായിച്ചില്ല. എന്തുകൊണ്ടാണ് സഹായിക്കാഞ്ഞത്, എന്തുകൊണ്ടാണ് നമ്മുടെ ഷൈനി ന്യൂ എൻജിന് നമ്മുടെ ലിറ്റിൽ ട്രെയിന് സഹായിക്കാതെ പോയത്? നോക്ക്, ദ ഷൈനി ന്യൂ എൻജിൻ ഡിഡ് നോട്ട് ഹെൽപ്പ് ദ ലിറ്റിൽ ട്രെയിൻ because എന്തുകൊണ്ടാ, he only carries people and did not want to pull a train full of toys and food. നമ്മുടെ ഷൈനി എൻജിൻ ആകെ ആരെ മാത്രമേ കൊണ്ടുപോകുള്ളൂ, ഈ പറഞ്ഞ ഷൈനി എൻജിൻ ആകെ ആളുകളെ മാത്രമേ കൊണ്ടുപോകുള്ളൂ. അതിങ്ങനെയുള്ള ഒരു സാധനങ്ങളൊന്നും എന്ത് ചെയ്യില്ല, നമ്മുടെ ഷൈനി എൻജിന് വലിച്ചു കൊണ്ടുപോകില്ല. അപ്പോൾ ഷൈനി എൻജിനെ സംബന്ധിച്ച് ടോയ്സും എന്താ പറയുക, സ്വീറ്റ്സും ടോയ്സൊക്കെ വലിച്ചുകൊണ്ട് പോകാമെന്ന് പറയുന്നത് ഭയങ്കര ഷെയിംഫുള്ളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ്, നോ, ഇതൊന്നും എൻ്റെ ഡ്യൂട്ടി അല്ല, ഇതൊന്നും എൻ്റെ ഉത്തരവാദിത്തമല്ല, ഇതൊന്നും എൻ്റെ ഡ്യൂട്ടി അല്ല എന്നുള്ള ചിന്തയിലാണ് ആര് പോകുന്നത്, നമ്മുടെ ഷൈനി ന്യൂ എൻജിൻ പോകുന്നത്. ഓക്കെ, ഇനി അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യുക, തീർച്ചയായിട്ടും നിങ്ങൾ പഠിച്ചു വെക്കണം. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമ്മൾ ഏകദേശം ഈ ഒരു പാഠം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ പാഠത്തിലെ ഓരോ ഡിസ്കോഴ്സസ് ചോദ്യങ്ങളും നമ്മൾ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ഡിസ്കോഴ്സസ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഇപ്പോഴേ തയ്യാറെടുത്തിട്ടുണ്ട്, നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഓൾറെഡി. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, എല്ലാ വീഡിയോസും ഒന്നുകൂടി എടുത്ത് നിങ്ങൾ വാച്ച് ചെയ്ത് താഴെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് യു ഗൈസ് ക്യാൻ ആസ്ക് ഇൻ ദ കമൻറ്റ് ബോക്സ്, നിങ്ങൾക്കത് ചോദിക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ എന്ത് ചെയ്യാൻ പോകണം, ടുഡേ വി ആർ സ്റ്റോപ്പിംഗ് ഹിയർ. ഇന്ന് നമ്മൾ സ്റ്റോപ്പ് ചെയ്യാൻ പോവാണ്. താങ്ക് യു സോ മച്ച്.